നമസ്കാരം. മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം. 2026 ജൂൺ 29 തിങ്കളാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. സന്താനങ്ങൾക്കോ മാതാപിതാക്കൾക്കോ രോഗാതി ദുരിതങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. മാനസിക പിരിമുറുക്കം കൂടുവാനും ഉറക്കക്കുറവ് അനുഭവപ്പെടാനും ഇടയുണ്ട്. എങ്കിലും ചുരുക്കം ചിലർക്ക് അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടായേക്കാം. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം. അനാവശ്യ വിഷയങ്ങളിൽ പെട്ടെന്ന് പേരുദോഷം കേൾക്കുവാൻ ഇടവരികയും ധനപരമായ നഷ്ടം നേരിടേണ്ടി വരികയും ചെയ്തേക്കാം. വരവിനേക്കാൾ ചെലവ് അനുഭവപ്പെടാനും അനാവശ്യമായ ചെലവുകൾ മൂലം സാമ്പത്തിക ഞെരുക്കം വന്നു ചേരുവാനും സാധ്യത കാണുന്നുണ്ട്. മിഥുനം രാശി മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. കലാകാരന്മാർക്ക് പലർക്കും പ്രശസ്തി വന്നു ചേരുവാനും സമയമാണ് ഇത്. നിങ്ങളുടെ കഴിവുകൾക്ക് അർഹമായ അംഗീകാരം ലഭിക്കും. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും ഐക്യവും വർദ്ധിക്കും. വാഹന ഭാഗ്യം ലഭിക്കുവാൻ സാധ്യതയുണ്ട്. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. കലാപരമായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയും വന്നു ചേരുവാൻ ദിവസമാണ് ഇത്. കഴിവും അംഗീകാരവും ലഭിക്കും. കുടുംബജീവിതത്തിൽ സന്തോഷവും ദാമ്പത്യവും ഐക്യവും വർദ്ധിക്കുന്നതിനൊപ്പം വാഹന ഭാഗ്യത്തിനും സാധ്യത കാണുന്നുണ്ട്. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. മാനസികമായ ചില വെല്ലുവിളികൾ നേരിട്ടേക്കാം. കുടുംബാംഗങ്ങളുമായി വസ്തു സംബന്ധമായി തർക്കങ്ങൾക്കും വരാനും സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. കാര്യങ്ങളിൽ പൊതുവെ തടസ്സങ്ങൾ നേരിട്ടേക്കാം. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. അന്യരുമായുള്ള ബന്ധങ്ങൾ മൂലം അപമാനം കേൾക്കേണ്ട വരുന്ന സാഹചര്യം ഉണ്ടായേക്കാം. തൊഴിൽപരമായ ക്ലേശങ്ങൾ, അമിത ആഡംബര പ്രവണതകൾ എന്നിവ അനുഭവത്തിൽ വരും. ശാരീരികമായി ആരോഗ്യപരമായ കുറവുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. ബിസിനസ്സുകാർക്ക് പുതിയ പ്രൊജക്ടുകൾ സ്വന്തമാക്കാനും സാധ്യമാകും. പുതിയ ആഭരണങ്ങളോ വസ്ത്രങ്ങളോ ലഭിക്കാനും യോഗ്യതയുണ്ട്. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ നല്ല പുരോഗതി ഉണ്ടാകും. എന്നാൽ ആരോഗ്യപരമായി കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട സമയമാണ് ഇത്. തൊഴിൽപരമായ ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം. അന്യരുടെ ഇടപെടൽ വഴി മോശം അനുഭവങ്ങൾ ഉണ്ടാകാനും ശ്രദ്ധിക്കുക. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. ലോട്ടറി നറുക്കെടുപ്പ് തുടങ്ങിയവയിൽ നിന്നും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. വളരെ കാലമായി കാണാതിരുന്ന ബാല്യകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടാൻ അവസരം ലഭിക്കും. സ്ഥാനപ്രാപ്തി, തൊഴിൽ വിജയം, സുഖകരമായ ഉറക്കം എന്നിവ ലഭിക്കും. മകം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. ഉദര സംബന്ധമായ ഉറക്കക്കുറവ് മൂലം ദഹന വ്യവസ്ഥയിൽ വ്യത്യാസങ്ങൾ വരാൻ ഇടയുണ്ട്. ഛർദി, വയറുവേദന പോലുള്ള ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ആരോഗ്യ കാര്യങ്ങളിൽ അതീവ ജാഗ്രത പാലിക്കുക. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കാൻ സാഹചര്യമൊരുങ്ങും. ഉയർന്ന പദവി ലഭിക്കുന്നതിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ധനപരമായ നേട്ടം, തൊഴിൽ വിജയം എന്നിവ ഉണ്ടാകും. സമൂഹത്തിൽ എല്ലായിടത്തും മാന്യത നിലനിർത്താൻ സാധിക്കും. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. കർമ്മസംബന്ധമായി ഈ ദിനം ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. സർക്കാർ ജോലി അപേക്ഷിച്ച് കാത്തിരിക്കുന്നവർക്ക് അർഹമായ തൊഴിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണിത്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212